നഗ്നനേത്രങ്ങളാൽ കാണാനാകുന്ന പ്രത്യക്ഷ ദൈവങ്ങളാണ് നാഗങ്ങൾ. നാഗങ്ങളെ ആരാധിക്കുകയും വിശ്വാസത്തോടെ പൂജിക്കുകയും ചെയ്താൽ എത്ര വലിയ ദുരിതത്തിനും പരിഹാരമാകും. സങ്കടമോചനം, സന്താന ദുരിതമോചനം, സന്താന സൗഭാഗ്യം, ആയുരാരോഗ്യ സൗഖ്യം, സമ്പദ് സമൃദ്ധി, മനസ്സമാധാനം, ഇതിനെല്ലാം നാഗാരാധന പോലെ ഫലപ്രദമായി മറ്റൊന്നില്ല. ലോകത്തെല്ലായിടത്തും നാഗാരാധനയ്ക്ക് പ്രാധാന്യമുണ്ടാകാൻ കാരണം ഇതുതന്നെയാണ്. നാഗം, സർപ്പം എന്നീ രണ്ട് വാക്കുകളും സാധാരണ ഒരേ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ താന്ത്രികമായി രണ്ടും രണ്ടാണ്. പൊതുവെ നാഗങ്ങൾ വൈഷ്ണവവും സർപ്പങ്ങൾ ശൈവവുമാണ്. അനന്തൻ നാഗവും വാസുകി സർപ്പവുമാണ്. നാഗത്തിന് വിഷമില്ല, സർപ്പത്തിന് വിഷമുണ്ട്. സർപ്പങ്ങൾക്ക് നാഗങ്ങളെ അപേക്ഷിച്ച് ദേഷ്യം കൂടുതലാണ്. ആകൃതി ഭേദമനുസരിച്ച് ചിലതിനെ സർപ്പങ്ങളെന്നും മറ്റു ചിലതിനെ നാഗങ്ങളെന്നും വിളിക്കുന്നു. സ്ഥിരമായി ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്നവയാണ് നാഗങ്ങൾ. എന്നാൽ സർപ്പങ്ങൾ സർവ്വവ്യാപിയാണ്. നാഗങ്ങൾ പാതാളത്തിൽ വസിക്കുന്നവരായാണ് സങ്കല്പം. ഭൂമിയിലെ അവരുടെ പ്രതീകങ്ങളാണ് സർപ്പങ്ങൾ. ഭഗവത്ഗീതയിൽ സർപ്പശ്രേഷ്ഠനായ വാസുകിയും നാഗശ്രേഷ്ഠനായ അനന്തനും താൻ തന്നെയാണെന്ന് മഹാവിഷ്ണു സൂചിപ്പിക്കുന്നു. സർപ്പങ്ങളും നാഗങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. സർപ്പത്തിന് ഒരു ഫണമേ ഉള്ളൂ, നാഗത്തിന് പലതുണ്ട്. ബഹുഫണങ്ങളുള്ള സർപ്പങ്ങളാണ് നാഗങ്ങൾ. അവയിൽ 1000 ഫണങ്ങളുള്ള ആദിശേഷനെ മെത്തയാക്കി മഹാവിഷ്ണു യോഗനിദ്ര ചെയ്യുന്നു. നാഗവും സർപ്പവും രണ്ടാണെന്ന വിശ്വാസത്തിൽ കാവും കുളവും ചിത്രകൂടവും ഒക്കെ സർപ്പാരാധനയുടെ ഭാഗമായി കരുതി വരുന്നു. നാഗങ്ങളെ ഭയം കൊണ്ട് ഓടിക്കുന്നതിൽ ദോഷമില്ല. സർപ്പങ്ങൾ കാലദോഷം കൊണ്ട് മാത്രമേ ഉപദ്രവിക്കുകയുള്ളൂ എന്നും കരുതപ്പെടുന്നു. കേരളത്തിലാണ് നാഗാരാധന ഏറ്റവും വ്യാപകമായുള്ളത്. സർപ്പപ്രതിഷ്ഠ, അഷ്ടനാഗപൂജ, സർപ്പസംസ്കാരം, സർപ്പബലി, സർപ്പപ്പാട്ട്, പുള്ളുവപ്പാട്ട്, നാഗത്തെയ്യം, നാഗത്തേറ്റം, കുറുന്തിനിപ്പാട്ട്, നാഗപഞ്ചമി, തിരിയുഴിച്ചിൽ, ആയില്യപൂജ, പാൽപ്പായസ ഹോമം, കളമെഴുത്ത്, മഞ്ഞൾപ്പൊടി നേദ്യം, നൂറും പാലും തുടങ്ങിയവയാണ് സർപ്പാരാധനയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന അനുഷ്ഠാനങ്ങൾ. സർപ്പപ്രതിഷ്ഠ കാവുകളിലും ക്ഷേത്രങ്ങളിലുമാണ് ആരാധിക്കുന്നത്. കരിങ്കൽ ബിംബങ്ങൾ, ചിത്രകൂടങ്ങൾ എന്നിവ കൂടാതെ നാഗരാജാവിൻ്റെ വലിയ പ്രതിമ കാവുകളിൽ പൂജിക്കുന്ന പതിവുമുണ്ട്. ചില പുരാതന കുടുംബങ്ങളിലും നാഗപ്രതിഷ്ഠ കാണാം. നാഗപ്രതിഷ്ഠ ഏറ്റവും ശുദ്ധമായി സംരക്ഷിക്കേണ്ടതാണ്. മാസമുറ, പുല തുടങ്ങിയ സമയങ്ങളിൽ പ്രതിഷ്ഠയോ കാവിനെയോ തീണ്ടാൻ പാടില്ല. അതുകൊണ്ട് വീടുകളിൽ സർപ്പപ്രതിഷ്ഠ സ്ഥാപിക്കാത്തതാണ് നല്ലത്. പകരം ക്ഷേത്രങ്ങളിലോ കാവിലോ നടക്കുന്ന ആയില്യ പൂജയിലും മറ്റും ഭക്തിയോടെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നതാണ് ഫലപ്രദം. ആയില്യം സർപ്പങ്ങളുടെ ജന്മനക്ഷത്രമായാണ് സങ്കല്പം. കന്നിയിലെ ആയില്യമാകട്ടെ രാജാവിൻ്റെ ജന്മദിനമത്രേ. അതുകൊണ്ടാണ് കന്നിയിലെ ആയില്യം ഏറ്റവും പ്രധാനമാകുന്നത്. എല്ലാ മാസത്തിലും ആയില്യത്തിന് സർപ്പപ്രീതിക്ക് നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ നൂറും പാലും, സർപ്പബലി തുടങ്ങിയവ നടത്താറുണ്ട്. നാഗരാജ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനം മണ്ണാറശാല നാഗരാജ ക്ഷേത്രമാണ്. വെട്ടിക്കോട്, പാമ്പുമേക്കാവ്, നാഗർകോവിൽ എന്നിവയാണ് മറ്റു പ്രധാന നാഗരാജ ക്ഷേത്രങ്ങൾ. അഷ്ടനാഗപൂജ ഏറെ വിശേഷപ്പെട്ട പൂജയാണ്. അഷ്ടനാഗപൂജ വാസുകി, തക്ഷകൻ, കാർക്കോടകൻ, ശംഖപാലൻ, ഗുളികൻ, പത്മൻ, മഹാപത്മൻ, അനന്തൻ എന്നീ അഷ്ടനാഗങ്ങളെ ശ്രീപരമേശ്വരനൊപ്പം പത്മമിട്ട് പൂജിച്ച് നൂറും പാലും നൽകുന്നതിനാണ് അഷ്ടനാഗപൂജ എന്ന് പറയുന്നത്. പാൽപ്പായസം സർപ്പത്തെ കൊല്ലുക, സർപ്പസ്ഥാനം തകർക്കുക എന്നിവയ്ക്കുള്ള പരിഹാരമാണ്. പാൽപ്പായസ ഹോമം സ്വർണ്ണനാഗവും വെള്ളിമുട്ടയും ചെമ്പുറ്റിൽ വെച്ച് സകല ദുരിതങ്ങളും ആവാഹിച്ച് വേണം പായസഹോമം നടത്താൻ. ഒപ്പം നൂറും പാലും സർപ്പബലിയും കൂടി നടത്തേണ്ടതാണ്. മറ്റൊരു പ്രധാന പൂജ സർപ്പ സംസ്കാരമാണ്. അറിഞ്ഞോ അറിയാതെയോ ജന്മാന്തരങ്ങളായി ചെയ്തുപോയ സർപ്പവധം, സർപ്പക്കാവ് നശിപ്പിക്കൽ, സർപ്പമുട്ട നശിപ്പിക്കൽ തുടങ്ങിയവയ്ക്കുള്ള പ്രായശ്ചിത്ത ക്രിയയാണ് സർപ്പ സംസ്കാരം. ഇത്തരം പാപങ്ങൾക്ക് സർപ്പസംസ്കാരം നടത്തിയില്ലെങ്കിൽ വരും തലമുറകൾക്ക് അത് ദോഷമായി മാറും. മഹാരോഗങ്ങളും മാറാരോഗങ്ങളും സന്താന ദുരിതവും ഇതിൻ്റെ ഫലമായി ഉണ്ടാകും. കൊല ചെയ്യപ്പെട്ട നാഗചൈതന്യത്തെ ആവാഹിച്ച് പുതിയൊരു വിഗ്രഹത്തിലാക്കി പാൽപ്പായസ ഹോമസഹിതം അനുയോജ്യമായ സ്ഥലത്ത് കുടിയിരുത്തി സർപ്പബലി നടത്തി സർപ്പത്തിന്റെ പ്രീതിപ്പെടുത്തുന്ന ചടങ്ങാണ് സർപ്പസംസ്കാരം. ആമയുടെ മനക്കാരാണ് ആധികാരികമായി സർപ്പസംസ്കാര കർമ്മം ചെയ്യുന്നത്. എറണാകുളം ജില്ലയിലാണ് ഈ മന. സർപ്പങ്ങൾക്ക് സമർപ്പിക്കുന്ന പ്രധാനപ്പെട്ട നിവേദ്യമാണ് നൂറും പാലും. സർപ്പങ്ങൾക്ക് നൽകുന്ന വിശിഷ്ട ഭോജ്യമാണത്. ആയില്യ ദിവസം സർപ്പങ്ങൾക്ക് നൂറും പാലും സമർപ്പിക്കുന്നതിന് നാഗരൂട്ട് എന്നാണ് പേര്. സർപ്പ ഊട്ട് എന്നും ആയില്യമൂട്ട് എന്നും ഇതിനെ പറയും.
കളം വരച്ച് നാഗപ്രതിഷ്ഠ കഴുകി തുടച്ച് ശുദ്ധമാക്കി പുണ്യാഹശുദ്ധി നടത്തി എണ്ണ, പാല്, കരിക്ക് എന്നിവയാൽ പ്രതിഷ്ഠയിൽ അഭിഷേകം ചെയ്ത് കമുകിൻ പൂക്കുല, മഞ്ഞൾപ്പൊടി, മാല ഇവ കൊണ്ട് അലങ്കരിച്ചിട്ട് വേണം നൂറും പാലും സമർപ്പിക്കാൻ. അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, പാല്, കരിക്ക്, കദളിപ്പഴം ഇവ ചേർത്താണ് നൂറും പാലും ഉണ്ടാക്കുന്നത്. ഏറ്റവും ചെലവേറിയ നാഗാരാധന അനുഷ്ഠാനം സർപ്പബലിയാണ്. വലിയ ചെലവായതിനാൽ അപൂർവമായി ഈ ദോഷപരിഹാര കർമ്മം നടത്താറുള്ളൂ. സർപ്പപ്രതിഷ്ഠ കഴിഞ്ഞാൽ അന്ന് തന്നെ സർപ്പബലി നടത്തുകയാണ് പതിവ്. നാഗാരാധന കേന്ദ്രങ്ങളിലും മറ്റും സർപ്പബലി നടത്തുന്നത് പ്രത്യേകം തയ്യാറാക്കിയ മുറിയിലായിരിക്കും. സർപ്പബലി പുര എന്നാണ് ഇതിന് പറയുന്നത്. സർപ്പബലി കഴിഞ്ഞാൽ ഉടൻ തന്നെ സർപ്പബലി പുര അടയ്ക്കും. പിറ്റേ ദിവസം രാവിലെ മാത്രമേ തുറക്കൂ. ഈ സമയത്താണ് സർപ്പങ്ങൾ വന്ന് ബലി സ്വീകരിക്കുന്നത് എന്നാണ് വിശ്വാസം. മനുഷ്യർ അത് കാണാൻ പാടില്ല. നാഗാരാധനയുടെ ഏറ്റവും പ്രധാന ഘടകമാണ് പുള്ളുവപ്പാട്ട്. പുള്ളുവർ പാടുന്നത് കൊണ്ടാണ് പുള്ളുവപ്പാട്ട് എന്ന് പറയുന്നത്. നാഗപ്രീതിക്കാണ് പുള്ളുവർ പാട്ട് നടത്തുന്നത്. പുള്ളുവക്കുടവുമായി വീട് തോറും കയറി ഇറങ്ങി നാഗസ്തുതി പാടുന്ന പുള്ളുവർ ഇന്ന് അപൂർവമാണെങ്കിലും ക്ഷേത്രങ്ങളിലാണ് ഇവരെ കൂടുതൽ കാണുന്നത്. ഐശ്വര്യവും ആരോഗ്യവും ഉണ്ടാകാൻ ഭക്തർ പേരും നാളും പറഞ്ഞ് പുള്ളുവപ്പാട്ട് പാടിക്കുന്നതാണ് പതിവ്. ബ്രഹ്മാവ് കുടവും വിഷ്ണു താളവും ശിവൻ വീണയും എന്നാണ് വിശ്വാസം. അതിനാൽ ഇതിന് ത്രിമൂർത്തി സാന്നിധ്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ചിങ്ങത്തിലെ വെളുത്ത പഞ്ചമി ദിവസമാണ് നാഗപഞ്ചമി. ശ്രീകൃഷ്ണൻ കാളിയന്റെ അഹങ്കാരം ശമിപ്പിച്ചത് ഈ ദിവസമാണെന്ന വിശ്വാസത്തിൽ ശ്രീകൃഷ്ണൻ നേടിയ വിജയത്തിന്റെ അനുസ്മരണമായിട്ടാണ് ഈ ദിവസം ആഘോഷിക്കുന്നത്. നാഗപൂജയ്ക്ക് വിധിക്കപ്പെട്ട ദിവസമാണിത്. പാമ്പിനെ കൊല്ലാനോ ഉപദ്രവിക്കാനോ പാടില്ലെന്നാണ് വിശ്വാസം. അബദ്ധവശാൽ പാമ്പുകൾക്ക് മുറിവേൽക്കുമെന്ന് ഭയന്ന് വടക്കേ ഇന്ത്യയിലെ കർഷകർ ഈ ദിവസം നിലമുഴാറില്ല. ചിലയിടങ്ങളിൽ ഈ ദിവസം ഓണം പോലെ ആഘോഷിക്കുന്നു. മറ്റു ചിലയിടങ്ങളിൽ സർപ്പരൂപങ്ങൾ വരച്ച് നാഗപൂജ നടത്തിയും സർപ്പക്കളം വരച്ച് പാട്ടുപാടിയും ഊഞ്ഞാലാടിയും ആഘോഷിക്കുന്നു. മഹാരാഷ്ട്രയിൽ മഹോത്സവമായ നാഗപഞ്ചമി ദിവസം സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഏറ്റവും ഒടുവിൽ പിടികൂടിയ മൂർഖനെ പുഷ്പവും നെയ്യും പണവും അർപ്പിച്ച് പൂജിക്കാറുണ്ട്. പാമ്പിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ നേടാൻ ഈ ദിവസം മാനസാദേവിയെ പൂജിക്കുന്ന പതിവുമുണ്ട്. സർപ്പപ്രീതിക്കും സന്താന ലാഭത്തിനും വേണ്ടി നാഗാരാധനാ കേന്ദ്രങ്ങളിൽ നടത്തുന്ന ചടങ്ങാണ് തിരിയൊഴിച്ചിൽ. നാഗയക്ഷിയെ പ്രീതിപ്പെടുത്തുന്നതിനാണ് ഈ കർമ്മം. കോഴിക്കോട്, പാലക്കാട്, തൃശൂർ ജില്ലകളിലാണ് ഇതിന് കൂടുതൽ പ്രാധാന്യം.